അതെ, ഒരു നിമിഷം ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മുടെ ഈ ലോകം തന്നെ അങ്ങ് ഇല്ലാണ്ടായാലോ. നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മരണം മുന്നിൽ കണ്ട് ഓടേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാടിനുള്ളിൽ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മളുടെ ഈ സിനിമയിലെ നായകൻ. അയാൾ ഒരു നല്ല ഭർത്താവും അതിനേക്കാൾ ഉപരി നല്ലൊരു പിതാവുമാണ്. ഒരു ദിവസം അവരുടെ ലോകത്തിലേക്ക് എത്തുന്ന ചില ക്രൂരന്മാര് അവരുടെ ആ ഒരു ലോകം തന്നെ നശിപ്പിക്കുകയാണ്. നമ്മളുടെ നായകനെ എങ്ങോട്ടെന്നില്ലാതെ ബന്ദിയാക്കി അവർ കൊണ്ടുപോകുന്നു. ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പായിട്ട് പോലും അയാളുടെ മനസ്സ് നിറയെ ഒരു കുഴിയില് ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഒളിപ്പിച്ചിരുത്തിയിട്ടുള്ള തൻ്റെ ചെറിയ മകനിലും തൻ്റെ ഗർഭിണിയായ ഭാര്യയിലുമായിരുന്നു. അവിടെ മഴ പെയ്യാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും അയാൾ അനുഭവിക്കുന്ന ആ ഒരു വെപ്രാളവും ആ ഒരു സങ്കടവുമെല്ലാം നമ്മളെ വല്ലാണ്ടങ്ങ് പിടിച്ചിരുത്തി കളയും. തുടക്കത്തിൽ കാണുന്ന എല്ലാവരും പേടിച്ചുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയല്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാന ശ്വാസം വരെയും തൻ്റെ കുടുംബത്തിന് വേണ്ടി പോരാടാൻ തയ്യാറുള്ള ഒരു പോരാളിയായിട്ട് അയാൾ മാറുകയാണ്. ഒരു സാധാരണക്കാരൻ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയും മല്ലടിക്കുമോ എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നുണ്ട്. ഏകദേശം ഒരു 100-500 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കഥാപശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രൂരത നിറഞ്ഞ മനുഷ്യരുടെ സ്വഭാവ രീതികളെ പറ്റിയും ചിന്താഗതികളെ പറ്റിയും അതോടൊപ്പം തന്നെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റിയും എല്ലാം വളരെ വ്യക്തമായി തന്നെ ഇതിൽ റെഫർ ചെയ്യുന്നു. മനുഷ്യന്റെ അതിജീവനത്തിന് യാതൊരു പരിധിയും വെക്കരുതെന്ന് അടിവരയിട്ട് പറയുന്ന ഈ ഒരു ചിത്രമാണിത്. നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. ചിത്രത്തിന്റെ പേര് അപ്പോകലിപ്റ്റോ. സോ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമകളെ പറ്റിയിട്ടും സീരീസുകളെ പറ്റിയിട്ടൊക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.